ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവയ്ക്ക മസാല റെസിപ്പി ആയിട്ടാണ്. ഇതൊട്ടും കയ്പ്പ് രുചിയില്ലാത്ത പാവയ്ക്ക മസാലയൊന്നുമല്ല. എന്നാൽ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു കയ്പ്പ് രുചിയൊക്കെയുള്ള പാവയ്ക്ക മസാലയാണ്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാവയ്ക്ക മസാല തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ ഒരു വലിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കണമെന്നില്ല, ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിൽ അരിയുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പാവയ്ക്കയുടെ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടണമെങ്കിൽ 1 മണിക്കൂറോ അതിൽ കൂടുതൽ സമയമോ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. കയ്പ്പ് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 8 അല്ലി വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം കിട്ടിയിരുന്നു. അപ്പോൾ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാവയ്ക്കയുടെ സ്മെൽ ഉണ്ടാവില്ലേ, ഒരു പച്ചമണം, അതൊന്ന് മാറി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വീണ്ടും വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചേർക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ പാവയ്ക്കയുടെ കൂടെ ചേർത്തതാണല്ലോ, പിന്നീട് ചേർത്തിട്ടില്ല. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. വെള്ളമൊക്കെ വറ്റിയിട്ട് പാവയ്ക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം വെള്ളം, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇത്രയും വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. രണ്ടായാലും കൂടുതൽ വേണ്ട, മധുരം കൂടി പോവരുത്. ചെറിയൊരു അളവിൽ ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും കയ്പ്പ് രുചിയില്ലാത്ത മസാലയൊന്നുമല്ല, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്